ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ കേൾക്കാറുണ്ട്. കാമുകന്റെ പരം പോകുന്ന കാമുകി, അല്ലെങ്കിൽ ഭാര്യയെ ഒഴിവാക്കി പോകുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മക്കളെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഭർത്താവ്, അതുപോലെ തന്നെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ന്യൂസസിൽ കാണുന്നതാണ്. ആ പോകുമ്പോൾ ചിലപ്പം ഭാര്യമാർ അവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ പണം സ്വർണം ഒക്കെ എടുത്തിട്ടാണ് പോകാറ്. ഭർത്താവിന്റെ സ്വത്തും പണവും ഒക്കെ എടുത്തിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി ഭർത്താവിനെ കൊന്നിട്ട് പോകുന്ന കഥയും നമ്മൾ കേൾക്കാറുണ്ട്. നേരെ തിരിച്ചിട്ടും നടക്കാറുണ്ട്, ഇല്ല എന്നല്ല, എല്ലാം നടക്കാറുണ്ട്. പലതരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇത്രയും ഗതികെട്ട ഭർത്താവ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. കാരണം വെസ്റ്റ് ബംഗാളില് ഒരു ഭാര്യ ഭർത്താവിനെ അവരുടെ കിഡ്നി വിൽക്കാൻ വേണ്ടി ഭയങ്കരമായി ഫോഴ്സ് ചെയ്തിട്ട് പ്രഷറൈസ് ചെയ്തു. എന്തിന്? കാരണം എന്ന് പറയുന്നത് അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മകളാണ്. മകളെ പഠിപ്പിക്കുകയും അതിനുശേഷം മാരേജ് കഴിച്ചു വിടുകയും ഒക്കെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പൈസ വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭാര്യ ഭർത്താവിനോട് നിർബന്ധിപ്പിച്ച് അവരുടെ കിഡ്നി വിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു, കിഡ്നി വിറ്റു. കാരണം കിഡ്നി വിൽക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് കടങ്ങളൊക്കെ തീരും, മകളുടെ പഠിപ്പ് നോക്കാം, അതിനുശേഷം അവളെ നല്ലൊരു രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റും എന്നൊക്കെയാണ് ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല. സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് തമാശയായി തോന്നാം, പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സ്ത്രീ, അതായത് ഈ ഒരു വൈഫ്, ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിലോട്ട് ഒരു ആളെ പരിചയപ്പെടുകയും ചാറ്റ് ചെയ്യുകയും അതിനുശേഷം ആ വ്യക്തിയുമായി നല്ല അടുപ്പം വരികയും ചെയ്തു. അപ്പോൾ അതിനാവശ്യമായി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് പണം വേണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഫോഴ്സ് ചെയ്തിട്ട് ഈ വ്യക്തിയെ കിഡ്നി വിറ്റിട്ട് കിട്ടിയ 10 ലക്ഷം എടുത്ത് കാമുകന്റെ പരം ഈ ഭാര്യ ഒളിച്ചോടി പോയി. ഈ വ്യക്തിയുടെ വിചാരം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കഴിയുമെന്നാണ്. എന്നാൽ ഈ ഭർത്താവിനെയും 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയും അവിടെ ഉപേക്ഷിച്ചാണ് ആ അമ്മ, അല്ലെങ്കിൽ ആ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീ പോയിട്ടുള്ളത്. അതിനുശേഷം അവരെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുകയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിനു ശേഷം പോലീസ് ആ വ്യക്തിയെ കണ്ടുപിടിക്കുകയും അവിടെ പോയി അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി സംസാരിച്ചിട്ടും പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഡിവോഴ്സ് ലെറ്റർ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെയാണ് ആ വ്യക്തിയോട്, അതായത് ആ വ്യക്തിയുടെ കിഡ്നി വിറ്റ് 10 ലക്ഷം എടുത്തിട്ടാണ് ഈ പറഞ്ഞ സ്ത്രീ പോയിട്ടുള്ളത്. എന്നാൽ അതിന്റെ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെയാണ് ഈ വ്യക്തിയോട് ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. കതക് തുറക്കുകയും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ കുറച്ച് ഹാഷായിട്ട് പെരുമാറുകയുമാണ് ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ളത്. ഇത് ശരിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതല്ല, ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു പോസ്റ്റ് ആയിരുന്നു, ഒരു ഭാര്യ ഭർത്താവിനെയും 3 മക്കളെയും, 3 മക്കൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്, അതായത് ഏകദേശം 2ൽ പഠിക്കുന്ന, 3ൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏജ് പ്രായം വരുന്ന മക്കളാണ്. കൂടിപ്പോയാൽ ലാസ്റ്റ് ഏറ്റവും മൂത്ത കുട്ടി 8ാം ക്ലാസ്സിലാണ് മറ്റേ പഠിക്കുന്നുണ്ടാവും. അത്രയും പ്രായം കുറഞ്ഞ ചെറിയ പിള്ളേരാണ്. ഇവരെ ഒഴിവാക്കിയിട്ടാണ്, ഇവരെയും ഭർത്താവിനെ ഒഴിവാക്കിയിട്ടാണ് ഈ ഭാര്യ ഒളിച്ചോടി പോയിട്ടുള്ളത്. അതിന്റെ നാണക്കേട് സഹിക്കാൻ പറ്റായിട്ട് ഈ വ്യക്തി ചെയ്ത കാര്യം എന്ന് പറയുന്നത്, കുട്ടികളെ സ്കൂളിൽ അയക്കാതെ വീട്ടിൽ നിന്നും മാറി ഒരു ലോഡ്ജ് എടുത്തിട്ട് അവിടെ 3 മാസമായി താമസിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റ് അല്ല, ഒരു വീഡിയോ തന്നെയാണ് ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഈ ഭാര്യ ഭർത്താവിനെയും ഈ 3 മക്കളെയും ഉപേക്ഷിച്ചു പോയിട്ടുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഈ ഒരു സ്ത്രീയെ ജയിലിൽ അടക്കാനും പറ്റും. കാരണം കുട്ടികളെ ഒഴിവാക്കി പോയത് കൊണ്ട്. കാരണം മൈനർ ആയിട്ടുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പാരൻസ് ആണ്, അതായത് അത് അമ്മയാവട്ടെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ, ആരുമാവട്ടെ, അവർക്കെതിരെ കേസ് കൊടുക്കാനും അവരെ ശിക്ഷിക്കാനും നിയമം ഉള്ള നാടാണിത്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. കാരണം അവരതിനെ പറ്റി ചിന്തിക്കാറില്ല. നാണക്കേട് എന്നൊരു കാര്യം വിചാരിച്ചിട്ട് ആ ഒരു കാര്യം പുറത്തറിയിക്കാതെ ഇവർ കൊണ്ടുപോകാൻ നോക്കും. കാരണം ഇപ്പോൾ ഈ കാര്യം പുറത്തറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത്, ഈ കുട്ടികൾ സ്കൂളിൽ പോകാതെ തന്നെ നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്കൂൾ അധികൃതർ അറിയിക്കുകയും ഈ കുട്ടികൾ സ്കൂളിൽ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു കാര്യം പുറത്തറിയുന്നത്. ഇവര് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറി താമസിക്കുക എന്നുള്ള ഒരു കാര്യം പുറത്തറിയാനുള്ള കാരണം ഈ ഒരു കാരണം വെച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് ഒളിച്ചോട്ടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒളിച്ചോടുന്നവരോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, പോകുന്നതിന് ഒരു പ്രശ്നമില്ല, പക്ഷെങ്കിൽ മക്കളെ തനിച്ചാക്കിയിട്ട് പോകരുത്. പോകുന്ന ടൈം മക്കളെയും കൂടി കൂട്ടാം. പക്ഷെ മക്കളെ കൂട്ടിക്കഴിഞ്ഞാൽ ആ പോകുന്ന അപ്പുറത്തെ പാർട്ട്ണർ എങ്ങനെ ഈ കുട്ടികളെ നോക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വിട്ടിട്ട് ഒഴിവാക്കി പോകുന്നതാണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു കാര്യം, ഈ കുട്ടികൾ എങ്ങനെ ഈ അമ്മന, അല്ലെങ്കിൽ ഈ അച്ഛനാ പോയിട്ടുള്ളെങ്കിൽ അച്ഛനെ കുട്ടികൾ പിന്നീട് എങ്ങനെ കാണും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me, and stay tuned for another video. Okay, thank you.